എൻ ശ്രീകുമാർ, താങ്കൾ നേരത്തെ പറഞ്ഞ ചില ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന അവർ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഈ ചില രീതിയിലുള്ള സമരങ്ങൾ ഇപ്പോൾ നടത്തുന്നത് പോലെ നോക്കൂ, പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിനുമുണ്ടോ അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉള്ള താങ്കൾ സർക്കാരിനെ കുറ്റപ്പെടുത്തിയ അതേ സ്വഭാവം? നോക്കൂ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്നേഹം കൂടുതൽ വരുന്നത്. ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ശബരിമലയിൽ പല കാലത്തും ആരൊക്കെ ഭരിച്ചിരുന്നു, അവർ ആ കാലഘട്ടങ്ങളിലൊക്കെ അവരുടെ ദേവസ്വം ബോർഡ് വന്നപ്പോഴും ഒക്കെ എന്തൊക്കെയാണ് സംഭവിച്ചത്, അന്നത്തെ മോഷണത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തി വരണമല്ലോ. ആ കാര്യങ്ങൾ നമ്മൾ കാത്തിരിക്കണമല്ലോ. അതൊന്ന്. ഇപ്പോൾ എം പിമാരായിരിക്കുന്നവർ വീണ്ടും നിയമസഭയിലേക്ക് വരാൻ വേണ്ടി മത്സരിക്കാൻ പോകുന്നു എന്നാണ് പുതിയ വാർത്ത. അവരുടെ സ്നേഹം ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസിൽ നടക്കുന്നുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം. അതല്ല ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം അതല്ലല്ലോ. PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു കേരളം. അത് ആരും മറന്നുപോയില്ലേ? ചോദിക്കാൻ അത് പറയാതിരിക്കാനാണോ? അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാട് എനിക്ക് അങ്ങോട്ട് പറയാനുണ്ട്. നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അല്ല, ഞാൻ അങ്ങോട്ട് പറയട്ടെ. പറഞ്ഞോളൂ താങ്കൾ. അതിനെ പറയാനുണ്ട്. PM-ശ്രീ അതായത് CPI, ഇപ്പം ഞാൻ അതാ സംസാരിക്കാൻ പോകുന്നത്. CPIയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് PM-ശ്രീ പദ്ധതിയിൽ CPM ഒപ്പിട്ടു. എന്ന് വെച്ചാൽ CPM BJP സഖ്യത്തിൻ്റെ തുടക്കം കേരളത്തിലായിരിക്കുന്നു. ഇപ്പൊ വെൽഫെയർ പാർട്ടി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ PM-ശ്രീ ഒപ്പിട്ടെടുത്തൊക്കെ RSSുമായിട്ടുള്ള സഖ്യമാണോ? അല്ലല്ല, നമുക്ക് കോൺഗ്രസ് ഞാൻ പറഞ്ഞുതരാം. കേരളത്തില് അല്ല സംസാരിക്കാൻ അനുവദിക്കില്ലെന്നാണോ? ജനങ്ങൾ കേട്ടോളൂ. എന്നെ സംസാരിക്കാൻ അനുവദിക്കില്ലെങ്കിൽ നാണക്കേട് നിങ്ങൾക്കാ. അല്ലല്ല, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതേ അവിടെ എന്തുകൊണ്ട് പറഞ്ഞുതരാം. നിങ്ങൾ ചോദ്യം ചോദിച്ച സമയം കളയല്ലേ. കർണാടകത്തിൽ ഈ പദ്ധതി കൊണ്ടുവന്നത് BJP ഭരിക്കുന്ന കാലത്താണ്. തൽക്കാലം അത്ര പറയാം. കേരളത്തിൽ CPI എതിർത്തു. ഇടതുമുന്നണി ചർച്ച ചെയ്തില്ല. 1500 കോടി രൂപ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ആശയങ്ങൾ അടിയറ വെച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം, അതായത് BJPയുടെ വിദ്യാഭ്യാസ നയം നിങ്ങൾ നടത്തണം. PM-ശ്രീയിൽ ഒപ്പിട്ടതിനെ കുറിച്ചാണ് താങ്കൾക്ക് പറയേണ്ടത്. അത് കേരളത്തിൽ മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഈ പറയുന്ന പണം വാങ്ങി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചിലവഴിച്ചു എന്നുള്ളത് കൊണ്ട് PM-ശ്രീയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കേരളം ചെയ്യണമെന്നില്ല. കാലാകാലങ്ങളായി 47 മുതൽ അല്ലെങ്കിൽ 50 മുതൽ രാജ്യം ഭരിക്കുന്ന സർക്കാരുകളൊക്കെ ഫെഡറൽ യൂണിറ്റുകൾക്ക്, ഫെഡറൽ സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെയുള്ള പല സ്കീമുകളും നടപ്പാക്കാൻ പൈസ കൊടുക്കാറുണ്ട്. അവരെല്ലാം അതെല്ലാം കണ്ണടച്ചങ്ങ് അതുപോലെ ചെയ്യുകയല്ല ചെയ്യാറുള്ളത്. സുരേഷ് കുമാർ അവസാനത്തെ ഒരു മിനിറ്റാണ്. ഇതും കൂടി ഇനി ഉണ്ടാകും. PM-ശ്രീയും കൂടി പരാജയപ്പെട്ടു. കേരളത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അല്ല, എന്ത് കാര്യം പറഞ്ഞാലും സർക്കാർ ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും കണ്ണുമടച്ച് എതിർക്കുക, അല്ലെങ്കിൽ അതുവഴി തെറ്റിദ്ധാരണ പരത്തി തങ്ങൾക്ക് രാഷ്ട്രീയമായ നേട്ടം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഏക ലക്ഷ്യം. നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ നോക്കൂ, അതുപോലെ തന്നെ ഈ നാട്ടിൽ നടന്ന ദേശീയപാത വികസനത്തെ കുറിച്ച് നോക്കൂ, മറ്റ് വികസന പ്രവർത്തനങ്ങൾ, ഈ നാട്ടിലെമ്പാടും നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കൂ. ഇതിലെപ്പോഴെങ്കിലും ഒരു തവണ ഐക്യജനാധിപത്യ മുന്നണിയുടെയോ കോൺഗ്രസിൻ്റെയോ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും നേതാക്കന്മാരുടെയോ ഒരു നല്ല വാക്ക് ഈ സർക്കാരിന് അനുകൂലമായി ലഭിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഇനിയുള്ള വർഷങ്ങളിലും കിട്ടാൻ പോകുന്നില്ല. കാരണം കേരളത്തിൽ തുടർന്ന് ഭരിക്കാൻ പോകുന്നത് ഇടതുപക്ഷം തന്നെയാണ്. ഈ കസേര ചൂണ്ടുകയും മുഖ്യമന്ത്രി ആരെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തർക്കവും നിങ്ങൾക്ക് ഇനിയും നിർബാധം തുടരാം. കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിൻ്റെ പഴി മുസ്ലിം ലീഗിൻ്റെ പേരിൽ ചാരി, മുസ്ലിം ലീഗിൻ്റെ പഴി തിരിച്ചും ചാരി നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ ജൈത്രയാത്ര അനസ്യൂതം തുടരാം. ഞങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി സർക്കാർ രൂപീകരിച്ച് അടുത്ത് 2026 മുന്നോട്ട് പോകും എന്ന ഉറപ്പ് മാത്രമേ. എന്തായാലും ഇടത് സർക്കാർ ജനക്ഷേമ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് കോൺഗ്രസും പ്രതിപക്ഷവും മുന്നണിയും ഒക്കെ UDF-ഉം ഒക്കെ ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ റെഡ് അലർട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ. അതാണ് ഇനി അറിയേണ്ടത്. അതോ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടാകുമോ, അതോ പ്രചരണം നടത്താൻ വേണ്ടി മാത്രം ചില ഒഴിവുകഴിവുകൾ പറഞ്ഞ് മുന്നോട്ട് പോകുമോ എന്താണെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. നന്ദി. ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, N. ശ്രീകുമാർ, അഡ്വക്കേറ്റ് ലാൽകുമാർ. ന്യൂസ് അവസാനിക്കുന്നു. 9 PM-മായി അസുതയുണ്ട്. നമസ്കാരം.